ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പെയ്ഡെക്സ് വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഡിസംബർ 30 തിങ്കളാഴ്ച രാത്രി 10-നാണ് സ്പെയ്ഡെക്സ് ദൗത്യവുമായി PSLV-60 റോക്കറ്റ് വിക്ഷേപിച്ചത്. ഉപഗ്രഹങ്ങളെ വിജയകരമായി വേർപെടുത്തിയെന്ന് ISRO അറിയിച്ചു. സ്പെയ്ഡെക്സ് ടീമിനെ ISRO സോമനാഥ് അഭിനന്ദിച്ചു. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ SDX-01, ടാർഗറ്റ് SDX-02 ഉപഗ്രഹങ്ങളാണ് പ്രധാന പേലോഡുകൾ. കൂടാതെ 24 പരീക്ഷണ ഉപകരണങ്ങൾ കൂടി ദൗത്യത്തിലുണ്ട്. റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളുകളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുക. ഉപഗ്രഹങ്ങൾ തമ്മിൽ 20 കിലോമീറ്ററോളം അകലമാണ് തുടക്കത്തിലുണ്ടാവുക. ഭൂമിയെ ചുറ്റുന്നതിനിടെ ഘട്ടം ഘട്ടമായി അവ തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവന്ന ശേഷം രണ്ടും കൂട്ടിയോജിപ്പിക്കും. ഊർജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപെടുത്തുകയും ചെയ്യും. ഇതിനുശേഷം 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി ഇവ 2 വർഷത്തോളം പ്രവർത്തിക്കും. ആദ്യമായാണ് ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷിക്കുന്നത്. അതിനാലാണ് സ്പെയ്ഡെക്സ് ദൗത്യം നിർണായകമാകുന്നത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനിടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണത്തിന് തയ്യാറെടുപ്പുമായി ISRO ജനുവരിയിൽ നടക്കാനിരിക്കുന്ന GSLV ദൗത്യം ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമായിരിക്കുമെന്ന് ISRO ചെയർമാൻ സോമനാഥ് അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 99ാമത്തെ ദൗത്യം തിങ്കളാഴ്ച വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള 2 ചെറു ഉപഗ്രഹങ്ങളെ PSLV-C60 തിങ്കളാഴ്ച രാത്രി ഭ്രമണപഥത്തിൽ എത്തിച്ചു. സ്പെയ്ഡെക്സ് റോക്കറ്റിന്റെ ഗംഭീരമായ ലിഫ്റ്റ് ഓഫും വിക്ഷേപണവും എല്ലാവരും കണ്ടുവല്ലോ. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 99ാമത്തെ വിക്ഷേപണമാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ്. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ഇവിടെ നിന്ന് ഞങ്ങൾ 100ാമത്തെ വിക്ഷേപണം നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്, അദ്ദേഹം പറഞ്ഞു. PSLV-C60 ദൗത്യത്തിലൂടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ്, സ്പേസ് ക്രാഫ്റ്റ് AB എന്നിവയെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി കൂടിയായ സോമനാഥ്. ISRO ഭാവിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വിക്ഷേപണങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. 2025 ജനുവരിയിൽ GSLV, അതായത് നാവിഗേഷൻ ഉപഗ്രഹം NVS-02 വിക്ഷേപിക്കുന്നതിലൂടെ ഞങ്ങൾ നിരവധി ദൗത്യങ്ങൾക്ക് തുടക്കം കുറിക്കും, അദ്ദേഹം വ്യക്തമാക്കി. ISRO 2023 മേയിൽ GSLV F-12 NVS-01 റോക്കറ്റിൽ നാവിഗേഷൻ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഈ GSLV റോക്കറ്റ് 2232 കിലോഗ്രാം ഭാരമുള്ള NVS-01 നാവിഗേഷൻ ഉപഗ്രഹത്തെ ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിജയകരമായി എത്തിച്ചു. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സേവനങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത 2ാം തലമുറ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതാണ് NVS-01. ഇനിയുള്ള ദിവസങ്ങളിൽ ISRO ഗവേഷകർ കൂടുതൽ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണങ്ങൾ നടത്തുമെന്ന് സോമനാഥ് പറഞ്ഞു. രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കും ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ വിപുലീകരണവും ഉൾപ്പെടുന്ന ഒരു സുപ്രധാന ദൗത്യമാണിത്. ഡോക്കിംഗ് സംവിധാനങ്ങളുടെ സങ്കീർണ ദൗത്യങ്ങൾ ഉൾപ്പെടെ നിരവധി സ്പാഡെക്സ് പരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തും, അദ്ദേഹം പറഞ്ഞു. PSLV-C60 റോക്കറ്റിന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം ഡിസംബർ 30 രാത്രി 9:58 എന്നുള്ളത് 10 മണിയായി ക്രമീകരിച്ചത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഒരേ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഉപഗ്രഹം മറ്റൊരു ഉപഗ്രഹത്തിന്റെ വളരെ അടുത്താണോ എന്ന് പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ സംയോജിത പഠനം നടത്തുമെന്ന് സോമനാഥ് പറഞ്ഞു. ഉപഗ്രഹങ്ങൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തിയാൽ നിലവിലെ ഉപഗ്രഹത്തെ അല്പം നീക്കേണ്ടതുണ്ട്. അതിനായി ഒന്നുകിൽ വിക്ഷേപം വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരത്തെയാക്കുകയോ ചെയ്യും. അപ്പോൾ ഉപഗ്രഹങ്ങൾ അടുത്തടുത്ത് വരുന്നത് തടയാൻ കഴിയും, അദ്ദേഹം വിശദീകരിച്ചു.